കഴിഞ്ഞ ദിവസം അണ്ണാമലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, അണ്ണാമലയുടെ പ്രവർത്തനത്തെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടാണ് ആ കത്ത് ആരംഭിക്കുന്നതെങ്കിലും ആ കത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അണ്ണാമല ഏതായാലും പാർലമെന്റിൽ ഉണ്ടായിരിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കത്തിൽ പറയുമ്പോൾ അണ്ണാമല തോറ്റാലും ജയിച്ചാലും കേന്ദ്രമന്ത്രിയാകും എന്ന് പറയുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ്, കരുത്ത് പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയേണ്ടി വരും. അതുമാത്രവുമല്ല, BJP ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ നടത്തിയ ഇന്റേണൽ സർവേയിൽ 2 മുതൽ 6 സീറ്റുകൾ വരെ അവർക്ക് നേടും എന്ന ഒരു വലിയ വിശ്വാസം അവർക്കുണ്ട്. വിവിധ സർവേകളിലും BJPക്ക് സീറ്റ് പറയുന്നുണ്ട്. 19% വോട്ട് വർദ്ധിക്കും. അതായത് 3.5% നിന്ന് 19%ലേക്ക് BJPയുടെ വോട്ട് വിഹിതം ഉയരുമെന്ന് പറയുന്നു. ഏതായാലും BJP ഇത്തവണ തമിഴ്നാട്ടിൽ സീറ്റ് ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിലൊരാൾ അണ്ണാമലയായിരിക്കും. അണ്ണാമല തോറ്റാലും ജയിച്ചാലും കേന്ദ്രമന്ത്രി പദത്തിലെത്തുമെന്നുള്ളതാണ് മോദിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. അണ്ണാമല ഇത്തവണ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു. അണ്ണാമലയ്ക്ക് കത്തയച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിജയാശംസകൾ നേരുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.